തുടർച്ചയായ ലൈംഗിക പീഡന പരാതികൾ ഉയർന്ന കൊല്ലം എംഎൽഎ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. കോൺക്ലേവിനായുള്ള നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ടാകില്ല. രാജ്യാവശ്യം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പ്രതിരോധിക്കുകയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ. മുകേഷിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് 100 വനിതകൾ ഇന്ന് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. വിവാദങ്ങളിൽ പാർട്ടി പിന്തുണയ്ക്കുന്നില്ല എന്ന വികാരമാണ് മുകേഷിനുള്ളത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കടിച്ചു തൂങ്ങുന്നോ മുകേഷ്? എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടേ? രാഷ്ട്രീയ പിൻബലം പരിചയാക്കുന്നോ? CPM-ന് കളങ്കമോ? ഈ ചർച്ചയിൽ ശ്രീമതി ഗായത്രി വർഷ അഭിനേത്രി, ശ്രീമതി ജോളി ചിറയത്ത് അഭിനേത്രി, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീമതി ഗായത്രി വർഷ, താങ്കൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിൽ അരികെ നിന്നാണല്ലോ സംസാരിക്കുന്നത്. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മുകേഷിനെ പോലെ ഒരാളെ പേറേണ്ട കാര്യമുണ്ടോ? നോക്കൂ, 3 പരാതികളാണ് ഇതിനോടകം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 9 ദിവസമേ ആയുള്ളൂ. ഇതിനോടകം പുറത്തു വന്ന പരാതികളിൽ 3 കൊല്ലം MLA മുകേഷിനെതിരെയാണ്. മുകേഷ് എന്ന് പറയുമ്പോൾ മറ്റ് നടന്മാരിൽ നിന്നുള്ള വ്യത്യാസം, അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ജനങ്ങളോട് കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള, ഉത്തരവാദിത്തമുള്ള ആളാണ് അദ്ദേഹം. ചലച്ചിത്ര നയരൂപീകരണ സമിതി രൂപീകരിച്ചപ്പോൾ അതിൽ അംഗവുമായിരുന്നു. ഇനി മുകേഷിനെ ഇത്തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം പേറേണ്ടതുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു കലാകാരി എന്നുള്ള നിലയിലും സ്ത്രീപക്ഷവാദി എന്നുള്ള നിലയിലും ഇടതുപക്ഷവാദി എന്നുള്ള നിലയിലും ഇത്തരത്തിൽ ഒരാളെ നമ്മൾ പേറേണ്ടതുണ്ടോ എന്ന അഭിലാഷിൻ്റെ ചോദ്യത്തിന് നോ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. മറ്റുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്ന പോലെയല്ല ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു ഇടം. അതിനകത്തുള്ള ലീഗാലിറ്റി ഉണ്ട്, പ്ലസ് ഈ പറയുന്ന വ്യക്തിയുടെ ധാർമ്മികതയുണ്ട്. 3 പരാതി അത്ര നിസ്സാരമല്ല. ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സാന്ദർഭികമായി വരുന്ന ഒരു പ്രശ്നം, ഇവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാനെങ്കിലും ഉള്ളൊരവസ്ഥ, ഇതൊന്നും അല്ലാതിരിക്കുന്ന അവസ്ഥ, അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അത് ചുമക്കേണ്ടതെന്ന് ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. ഇടതുപക്ഷമാണെങ്കിൽ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യെസ്, അതാണ് ഞാൻ വരാം. ശ്രീമതി ജോളി ചിറയത്ത്, ഇതുവരെ മുകേഷ് എടുത്തുപയോഗിച്ചിട്ടുള്ള പരിചകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിലാസമാണ്. ഇന്നലെ ആദ്യം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണക്കുറിപ്പ് പോസ്റ്റ് ചെയ്തത് ചെങ്കൊടി ഉള്ള ഒരു ചിത്രത്തോടു കൂടിയാണ്. പിന്നീട് അത് നീക്കി. അദ്ദേഹം ആവർത്തിച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു CPM MLA ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ഷേപം എനിക്കെതിരെ വരുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ട് ആണ് എന്നല്ല, മറ്റ് അനേകം പേർ ഇതേ വിധത്തിൽ ആരോപണ വിധേയരാകുന്നുണ്ട്. ഞാൻ CPM ആയതുകൊണ്ട് എന്നെ ആക്രമിക്കുന്നേ എന്ന് ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വിലാസം മുകേഷ് എടുത്ത് അണിയുന്നത്, അതും ഇതുപോലെ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല. നേരത്തെ ഗായത്രി പറഞ്ഞതിനോട് തന്നെയാണ് എൻ്റെയും യോജിപ്പ്. കാരണം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരിക്കും, ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തെറ്റേ പറ്റില്ല എന്നുള്ളൊരു വാശി ആദ്യം മാറ്റി വെച്ചാൽ തന്നെ വിഷയങ്ങളെ അക്നോളേജ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ അതിനകത്തെ മനുഷ്യർ, എന്നുവെച്ചാൽ ഗവൺമെൻറ് തന്നെയാണ് അങ്ങനെ ഒരു ബലം സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഇത് വരുമ്പോൾ നമ്മളെ ഒരു നടപടിക്രമങ്ങളിൽ ഇത് ഉണ്ടായിക്കൂടാ. കുറച്ചുകൂടി മാതൃകാപരമായിട്ട് ഒരു പ്രൊസീജിയറിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു മാതൃക കാണിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റാണ്. ഇത് പബ്ലിക്കിൽ നിന്ന് ഇത്രയ്ക്കും പ്രഷർ ഉണ്ടാവുന്നു. മാത്രമല്ല, ഇദ്ദേഹം അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞ ആ സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു MLA ആയിരിക്കുന്ന അദ്ദേഹത്തിനെ തന്നെ അങ്ങനെ ഒരു മോക്കറി പീസായി നിർത്തേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ്. ആരോപിതനായ ഒരു മനുഷ്യനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്തി കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളത് അത്രയും വളരെ നിസ്സാരമായിട്ട് നടപ്പാക്കാമായിരുന്ന ഒരു കാര്യത്തെ ഇത്രയ്ക്കും കോംപ്ലിക്കേഷനിൽ എത്തിക്കുന്നതിൻ്റെ തന്നെ ഒരു പരിഹാസ്യത നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതൊന്നും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് യോജിച്ച നടപടിക്രമങ്ങളല്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. ശ്രീ പ്രേംകുമാർ, മുകേഷിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ്. ജനപ്രതിനിധിക്ക് ജനങ്ങളോടും ഉത്തരവാദിത്വമുണ്ട്, അഭിനേതാക്കൾക്ക് അത്ര ഉണ്ട് എന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല. പക്ഷേ മുകേഷ് ഒരു ജനപ്രതിനിധിയാണ്. നോക്കൂ, ഈ ആരോപണം ഉണ്ടായ സമയത്ത് സിദ്ദിഖ് അമ്മ എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നു. രഞ്ജിത്ത് ഈ കേരള ഫിലിം അക്കാദമിയുടെ തലപ്പത്ത് നിന്ന് മാറുന്നു.
മറ്റ് ആളുകൾ ഇപ്പോൾ ഉമ്മ എന്ന് പറയുന്ന സംഘടന ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നു. പക്ഷേ മുകേഷിനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ലാത്ത നില സ്വീകരിക്കുകയാണ്. ജനപ്രതിനിധിമാർ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല. അതൊരു തൊടുന്യായമാണ്. കീഴ്വഴക്കങ്ങൾ ആരംഭിക്കാവുന്നതേ ഉള്ളൂവല്ലോ. ഇവിടെ ഇപ്പോൾ മുകേഷ് അദ്ദേഹത്തിൻ്റെ ഡിഫൻസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിഹ്നങ്ങളെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി വിലാസത്തെയും ഉപയോഗിക്കുന്നത് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അഭിമാനകരമാണോ? ഒരു കാരണവശാലും എന്താ പറയുക, അഭിമാനകരമെന്നല്ല, ഒരു കാരണവശാലും ആലോചിക്കാൻ പറ്റാത്തതാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ അതിനെതിരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. പറയാൻ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ കേരളം നമ്മുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു സന്ധിയിലൂടെ ഒരു ട്രാൻസിഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി എക്സ്പീരിയൻസ്. ഇന്നേ വരെ കേരളത്തിലുള്ള ഒരു സംഘടനയുടേതും അല്ലാത്ത ഒരു സ്ട്രക്ചറിൽ ഫോം ചെയ്തിട്ടില്ല ഒരു ഉൾക്കിടിലത്തിൽ നിന്ന്, ഇപ്പോൾ ഡോക്ടർ ആസാദ് എഴുതിയാൻ വായിച്ചു, ഒരു ഉൾക്കിടിലത്തിൽ നിന്ന് ഒരു രാത്രി ഫോം ചെയ്യപ്പെട്ട സംഘടനയാണ് WCC. നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറും ഇല്ലാത്ത, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോലും ഇല്ലാത്ത ഒരു കളക്റ്റീവാണത്. ആ കളക്റ്റീവും അതിന് പ്രചോദനമായിട്ടുള്ള ഉള്ളുറപ്പുള്ള ഒരു പെൺകുട്ടിയും, നോ പറയാൻ തയ്യാറായി നിന്നൊരു പെൺകുട്ടിയും, ഇവരോട് ചേർന്ന് നിന്നൊരു സമൂഹവും, അതിനൊപ്പം നിന്ന ഒരു സർക്കാർ, മുഖ്യമന്ത്രി എല്ലാം കൂടി തുടങ്ങി വെച്ച ഒരു മാറ്റത്തിന്റെ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ടോപ്പ് എൻഡിലാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ളത് നാടകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഫോളിംഗ് ആക്ഷൻ എന്നുള്ളതാണ്. ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ പോലും ഈ ചേഞ്ചസിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും കേരളത്തിലെ CPM-ൻ്റെതാണ്, LDF-ൻ്റെതാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെതാണ് എന്ന് സ്ഥാപിക്കാൻ CPIM-ൻ്റെയോ LDF-ൻ്റെയോ പ്രതിനിധി ഉണ്ടാവേണ്ടതായിരുന്നു. എന്തുകൊണ്ടത് ഇല്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. കാരണം ഈ ചേഞ്ച് ഇനീഷ്യേറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കേരളത്തിലെ LDF ഗവൺമെന്റിനാണ്, മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും വേണ്ട എന്ന് CPM എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ചതുകൊണ്ടാണ് അവരുടെ പ്രതിനിധി ഈ ചർച്ചയിൽ ഇല്ലാത്തത്. അങ്ങനെ ഇത് പൊതുസമൂഹത്തിന്റെ വിഷയമാണ്, സ്ത്രീ സമൂഹത്തിന്റെ വിഷയമാണ്, നീതിയുടെ വിഷയമാണ്, നീതി നിഷേധം പരിഹരിക്കുന്നതിന്റെ വിഷയമാണ്. അങ്ങനെ നീതി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ വിഷയം അഡ്രസ് ചെയ്യാൻ പൊതുജനമധ്യത്തിൽ വരാൻ പോലും എന്തുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റാത്തത് എന്ന് അവർ ആത്മപരിശോധന നടത്തേണ്ട വിഷയമല്ലേ? എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള ആളുകൾ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ, ഇതുപോലെയുള്ള ആളുകളെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമെന്നുള്ള ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് പൊതുജനമധ്യത്തിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തത്. അല്ല, ശരിക്കും പൊതുജന മധ്യത്തിൽ വന്നിട്ട് ചർച്ചകളിൽ വന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് പൊളിറ്റിക്കലി കൺസോളിഡേറ്റ് ചെയ്യാൻ എല്ലാ റൈറ്റും ഉള്ള പാർട്ടിയാണ്, മുന്നണിയാണ്, സർക്കാരാണ്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. മുകേഷ് പറഞ്ഞ ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നെ ഇങ്ങനെ ആരോപിക്കുന്നത്, ആക്രമിക്കുന്നത് ഞാൻ CPIM MLA ആയതുകൊണ്ടാണെന്ന സത്യമാണ്. അദ്ദേഹം CPIM MLA ആയതുകൊണ്ടാണ്. കാരണം CPIM-ൻ്റെയും ഇടതുപക്ഷത്തിന്റെയും UDF-ൻ്റെയും DNA-കൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഉണ്ടാവണം. UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു MLA-യിൽ നിന്ന് ഉണ്ടാവേണ്ടുന്ന പ്രതികരണമല്ല മുകേഷിൽ നിന്ന് ഉണ്ടാവേണ്ടത്. എല്ലാ കേസുകളും അൾട്ടിമേറ്റ്ലി സുപ്രീം കോടതി വരെ പോയിട്ട് മാത്രമേ പരിഹരിക്കപ്പെടുള്ളൂ, തീരുമാനിക്കപ്പെടുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. പരാതി പറയാൻ പോലും ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രഞ്ജിനിയെ പോലെയുള്ള ഒരു സ്റ്റാർ, ഒരു വുമൺ സ്റ്റാറിന് പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്, കമ്മിറ്റി അന്വേഷണം തുടങ്ങുന്നത്. അത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ 3 റിവലേഷൻസ്, 3 വെളിപ്പെടുത്തലുകൾ ഈ മനുഷ്യനെതിരെ വന്നിട്ടും ഡൊമസ്റ്റിക് വയലൻസിന്റെ ക്ലിയർ ആയിട്ടുള്ള റെക്കോർഡ്സ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും അദ്ദേഹം അധികാര സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത്. സുപ്രീം കോടതി വിധിയിൽ MLA പോസ്റ്റ് എന്നുള്ളത് അധികാരമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം സിനിമാ നയരൂപീകരണ സമിതിയിൽ മെമ്പറാണ്, ടെക്നിക്കലി ഇപ്പോഴുമാണ്. AMMA എന്ന് പറഞ്ഞ പകുതി പിരിച്ചുവിട്ട് കഴിഞ്ഞ ഒരു സംഘടനയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ പൊസിഷനിലാണ്. അപ്പം എന്താ പറയാ, ഈ നീതി നിർവഹണം എന്നുള്ളത്, ഇതിലെ വിക്ടിംസിന് നീതി ലഭിക്കുക എന്നുള്ള സാഹചര്യം ഉടലെടുക്കണമെങ്കിൽ, സംജാതമാവണമെങ്കിൽ കുറ്റാരോപിതരായിരിക്കുന്ന ആളുകൾ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനിൽ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ റൂളാണ്. ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചിട്ടില്ല എന്നുള്ളൊരു ന്യായത്തിന് നമ്മൾ തൂങ്ങിയിട്ട് അത് പറയുന്നത് ഇടതുപക്ഷത്തിനും CPM-നും നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ മുകേഷിന്റെ രാജിയുടെ കാര്യത്തിൽ രാജിവെക്കണമെന്നുള്ള തീരുമാനം തന്നെ പാർട്ടിയിൽ നിന്നും LDF-ൽ നിന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്, ഇപ്പോഴും സംസാരിക്കുന്നത്. ശരി, ഞാൻ പാർട്ടി പ്രതിനിധികളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീമതി ഗായത്രി വർഷ, ഇവിടെ ഇപ്പോൾ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ച ഡൊമസ്റ്റിക് വയലൻസിന്റെ വിഷയമുണ്ടല്ലോ. ഇപ്പോഴത്തെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരിക്കുമ്പോൾ അവരോട് മുകേഷിന്റെ മുൻ ഭാര്യ സരിത
വയലൻ്റ് ആണ്, അബ്യൂസീവാണ് എന്ന് മുൻ ഭർത്താവിനെ കുറിച്ച് തുറന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മുകേഷിനെ കുറിച്ച് 2018 പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്ന ടെസ് അന്നും പരാതി ഉന്നയിച്ച ആളാണ് ഫേസ്ബുക്ക് വഴി. എന്നിട്ടും എങ്ങനെയാണ് ഇടതുപക്ഷം ഒരു പുരോഗമന പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെടുന്നു, ഞങ്ങൾ സ്ത്രീ സുരക്ഷയുടെ ഒപ്പമാണ്, ഞങ്ങൾ സ്ത്രീ അവകാശ പോരാട്ടത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് അസംബ്ലിയിലേക്ക് പാർലമെന്റിലേക്കൊക്കെ സീറ്റ് കിട്ടുന്നത്? അവരെങ്ങനെയാണ് താക്കോൽ സ്ഥാനങ്ങളിൽ വരുന്നത്? മുകേഷ് 2016 മത്സരിക്കുന്നു, ജയിക്കുന്നു, 2021 മത്സരിക്കുന്നു, ജയിക്കുന്നു. ഇതൊക്കെ ഇതിന് ശേഷമാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കൊല്ലത്ത് നിന്ന് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ സ്ത്രീ സംരക്ഷണവാദികളാണ് എന്ന് ഒരു വശത്ത് പറയുക, ഹബിച്വൽ ഒഫൻഡേഴ്സ് എന്ന ആരോപണം നേരിടുന്ന ആളുകൾക്ക് സകല പരവതാനിയും വിരിച്ചു കൊടുക്കുക, അതിൽ വലിയ ഇരട്ടത്താപ്പില്ലേ? ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് നിൽക്കുന്നത്. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇടതുപക്ഷ കക്ഷി രാഷ്ട്രീയ കളങ്ങളിൽ വരുന്നത് കൊണ്ട് ഇടതുപക്ഷമാവണമെന്നില്ല എന്ന്. അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ അതല്ലാന്ന് എനിക്കറിയാം. അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഇടതുപക്ഷ നിലപാടുള്ളവർ നമ്മളുടെ പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് വരാൻ നമ്മൾ ജാഗ്രതയായിട്ടുള്ള ഒരു കരുതൽ എടുക്കണമെന്നാണ്. അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അത്തരത്തിലുള്ള ജാഗ്രത കുറവുകൾ ഉണ്ടാവുന്നിടത്തെല്ലാം CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും മറുപടി പറയേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അത്തരം ചോദ്യങ്ങൾ കുറവാണ്. കാരണം അവരിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ CPMൻ്റെയോ യഥാർത്ഥ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരാൻ പാടില്ല എന്ന് പറയുന്ന കൃത്യമായ ജാഗ്രതയും കരുതലും പാർട്ടി എടുക്കേണ്ടതാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ജാഗ്രത കുറവിൻ്റെ കാരണം പാർലമെൻ്ററി വ്യവസ്ഥിതിയിൽ സംഘടനാ സംവിധാനവും പാർലമെൻ്ററി സംവിധാനവും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണുമ്പോൾ പാർലമെൻ്ററി സംവിധാനത്തിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ചില സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിപ്പോയിട്ടുണ്ട് എന്നുള്ള ഒരബദ്ധം ഞാൻ അങ്ങനെ തന്നെ പറയുക. ഈ കാര്യത്തിൽ അബദ്ധം തന്നെയാണ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഈ സമയത്ത് വളരെ കരുതലുള്ള നിർബന്ധ ബുദ്ധിയുള്ള കർക്കശ സ്വഭാവമുള്ള നിലപാടിലേക്ക് വരണം എന്നും ഇപ്പം നമ്മുടെ നേരത്തെ സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്നത് എനിക്കതിനകത്ത് യാതൊരു തർക്കവുമില്ല അങ്ങനെ ഒരു നടപടിയിലേക്ക് വരും എന്നുള്ളത്. കാരണം ഞങ്ങളുടെ ഇന്നിപ്പം അഭിലാഷ് സൂചിപ്പിച്ച പോലെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് കണ്ണൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും സംഘം ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ടും ഒരു തരത്തിൽ ഇപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെയൊന്നുമുള്ള ധാരണകളൊന്നും ഇതിൻ്റെ അകത്തില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കുറ്റാരോപിതരെ സംരക്ഷിക്കണമെന്നില്ല. പകരം ആരായാലും കൂടെ നിന്നതാണെങ്കിലും നിൽക്കുന്നവരാണെങ്കിലും നിലപാടുകളോട് തന്നെ ഇത്തരം ഇടങ്ങളിൽ നിന്ന് നിയമപരമായി മാറ്റി നിർത്തണം, അതിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നതാണ് സംഘം ഉൾപ്പെടെ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളതും അതിനുള്ള പ്രവർത്തികൾ തന്നെ ആയിരിക്കും സർക്കാരിൽ നിന്ന് വരുന്നതും എന്ന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ശരി, ശ്രീ KP നൗഷാദ് അലി, മുകേഷ് രാജിവെക്കണം എന്ന് കോൺഗ്രസിനോ UDF-നോ ആവശ്യപ്പെടാൻ കഴിയുമോ? കാരണം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലുള്ള പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗ കേസിൽ പ്രതിയാണ്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കേസിൽ പ്രതിയായപ്പോൾ രാജിവെച്ചിട്ടില്ല. കോളം MLA M. വിൻസെന്റ് കേസിൽ പ്രതിയായിരുന്നു, അദ്ദേഹം കേസിൽപ്പെട്ടപ്പോഴും അദ്ദേഹം അറസ്റ്റിലായപ്പോഴും രാജിവെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട നിങ്ങളുടെ നിയമസഭാംഗങ്ങളിൽ 2 പേർ കേസിൽ പ്രതിയാകുമ്പോൾ രാജിവെക്കാതെ ആ സ്ഥാനത്ത് തുടർന്നിട്ട് അപ്പുറത്തു നിന്ന് ഒരാൾ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അഭിലാഷിൻ്റെ ചോദ്യത്തിലേക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ഈ സിനിമ അതൊരു ഉദാത്തമായ കലയാണ്. അത് ആ 10,000ങ്ങളുടെ തൊഴിലുപാധിയാണ്. ഈ നാട്ടിലെ പണ്ഡിതനോ പാമരനോ കുചേരനോ കുബേരനോ എന്ന ഭേദമില്ലാതെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഒക്കെ അടക്കം ഒരു വിനോദോപാധിയാണ്. അങ്ങനെ പല വിധത്തിൽ സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ഒരുപാട് അഭിമാനാർഹമായ നേട്ടങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമാ രംഗം അത് സമ്പൂർണ്ണമായിട്ട് അതൊരു വഷളായ ഒന്നാണ് എന്നൊരു ചിത്രീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ഒരു ശരാശരി മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവൻ സിനിമ കാണുന്നതിൽ നിന്ന് പോലും അവനൊരു വിരക്തി ഉണ്ടാകുന്ന തലത്തിലേക്ക്. മുമ്പ് നമ്മൾ ഈ കോഴക്കേസ് വന്നപ്പോൾ ക്രിക്കറ്റ് കളി കാണുന്നത് നിർത്തിയ ഒരുപാട് പേരുണ്ട്, സുനാമി വന്നപ്പോൾ മത്സ്യം കഴിക്കുന്നത് നിർത്തിയ കുറേ പേരുണ്ട്. അതുപോലെയൊക്കെ ജനം ചിന്തിക്കുന്നൊരു പരുവത്തിലേക്ക് ഈ സിനിമ എന്ന ഒരു അവശ്യ സർവീസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യവസായം കൂടിയായ ആ കല പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിന് സമ്പൂർണ്ണമായിട്ട് ഈ സംസ്ഥാന സർക്കാരാണ് അതിന് ഉത്തരവാദി. അവരുടെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ
റിപ്പോർട്ടുകളുടെ ഒരു പരമ്പര, ഒരു ശ്രേണി തന്നെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്, അല്ലാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടല്ല. അന്ന് കമ്മീഷൻ ആക്കാതെ അത് നിയമസഭയിൽ വെച്ച് കേസെടുക്കുന്നതിന് നിയമപരമായ ബാധ്യതയുള്ള, അതിൽ നിന്നൊക്കെ ഒഴിവാക്കി അന്ന് തന്നെ ഇത് കമ്മിറ്റി റിപ്പോർട്ടാക്കിയിട്ടാണ് വെച്ചത്. എന്നിട്ട് 2019 ഡിസംബറിൽ റിപ്പോർട്ട് കൊടുത്തു. ഇതുപോലുള്ള കോഗ്നിസിബിൾ ഒഫൻസ് ഉള്ള വളരെ ഗൗരവതരമായ പോക്സോ അടക്കമുള്ള ചാർജുകളൊക്കെ വന്ന് കിടക്കുന്ന, അതിന് ശബ്ദലേഖനങ്ങളും സ്ക്രീൻഷോട്ടും ചാറ്റിൻ്റെ മറ്റ് മറ്റേ റെക്കോർഡുകളൊക്കെ ഉള്ളൊരു സാധനത്തെ ഇവർ മൂടിപ്പൊതിഞ്ഞു ഈ 4 വർഷം വെച്ച് 1,06,00,000 രൂപ ചിലവാക്കിയ ഒരു റിപ്പോർട്ടിന് അതിൽ നിന്ന് തന്നെ ഈ സർക്കാർ ഒന്നാമതായിട്ട് പ്രതികൂട്ടിലാവുന്നില്ലേ? രണ്ടാമത്, ഈ റിപ്പോർട്ടിൽ ഒരാൾക്കും യാതൊരു വിധത്തിലുള്ള പരാതി ഉണ്ടാകാനിടയില്ലാത്ത കുറേ കാര്യമുണ്ട്. ഇതിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ശുചിമുറികൾ വേണം, രാസലഹരിയുടെ ഉപഭോഗം അതിന് അറുതി വരുത്തണം, അതുപോലെ തന്നെ വേതന സേവന വ്യവസ്ഥിതികളിലൊക്കെ ഒരു സ്ത്രീ പുരുഷ തുല്യത വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ റിപ്പോർട്ട് മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അതെങ്കിലും ഒന്ന് എടുത്ത് പരിശോധിച്ച് ഒന്ന് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ? 2022 കേരള നിയമസഭയിൽ MK മുനീർ ചോദ്യം ചോദിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് തുടർ നടപടിയെടുത്തു എന്ന്. ബാലൻ മന്ത്രി പറഞ്ഞത് ഇത് പഠിച്ചു വരുന്നു എന്നാണ്. 2024 സജി ചെറിയാൻ പറയുന്നത് ഞാനിതുവരെ വായിച്ചു നോക്കിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് ഈ സർക്കാരിന്റെ സമീപനം. ഈ റിപ്പോർട്ടിൽ ഒരു 15 അംഗ മാഫിയ സംഘത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണെന്ന് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പലരിലേക്കും നമ്മുടെ സംശയങ്ങൾ നീളുന്നുണ്ട്. ആ സംശയങ്ങൾ നീളുന്ന പല ആളുകളും ഈ സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു MLA-യുടെ പേരിൽ ഇതുപോലൊരു ഡൊമസ്റ്റിക് വയലൻസ്, ഇപ്പോഴത്തെ മന്ത്രി പണ്ട് ഇന്റർവ്യൂ ചെയ്തതിന്റെ ആ വലിയ ദൃശ്യങ്ങൾ എല്ലായിടത്തും പ്രചരിക്കുകയാണ്. നിറഗർഭിണിയുടെ വയറിലേക്ക് ആഞ്ഞു തൊഴിക്കുന്നവനും അവരെ കാറിൽ നിന്ന് തള്ളിയിടുന്ന ഒരാളൊക്കെ 2ാം തവണയും MLA ആയി ഇവരെ MP ആക്കാൻ വേണ്ടി ഇവർ മത്സരിപ്പിച്ച് ഇപ്പോൾ ഇതാ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിലും അംഗമാക്കി ഒക്കെ തലയിലേറ്റി കൊണ്ടു നടക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ പിന്നെയും വരുന്നുണ്ട്. ഇതൊക്കെ ജനം വിലയിരുത്തട്ടെ, ജനം തിരിച്ചറിയട്ടെ, ഇയാൾ രാജിവെക്കണോ വേണ്ടോ എന്നൊക്കെ ഈ ജനം തീരുമാനിക്കട്ടെ. പിന്നെ ചില പ്രേംകുമാറിൻ്റെയും പിന്നെ നമ്മുടെ നടി അവരുടെയും ഒക്കെ ചില വാചകങ്ങളൊക്കെ ഞാൻ കേട്ടു. എനിക്ക് അവരോടൊക്കെ ബഹുമാനമുണ്ട്, അവരോടൊക്കെ സഹതാപവുമുണ്ട്. CPM എന്നാൽ ഏതോ ഉദാത്തമായ സ്വർഗീയ പറുദീസയാണെന്നും അവിടെ മാവേലി നാട് വാഴുന്ന പോലെ നീതി മാത്രം പുലരുന്ന ഇടങ്ങളാണെന്നൊക്കെ വിശ്വസിക്കുന്ന നിഷ്കളങ്കരാണിവർ. അതുകൊണ്ടാണ് ഇങ്ങനെയല്ല പാർട്ടി, ഇങ്ങനെ ആയാ പോരാ എന്ന് പറയുന്നത്. സഹോദരി, നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ ലൈംഗിക പീഡനങ്ങളുടെ നീണ്ട പിന്നെ സംഭവ പരമ്പരകൾ നടക്കുമ്പോൾ പോലീസിനെ സമീപിക്കാൻ പോലും സഹോദരിമാർക്ക് സ്വാതന്ത്ര്യമില്ല. അതൊക്കെ പാർട്ടി തന്നെ അന്വേഷിക്കും, പാർട്ടി തന്നെ പോലീസ്, പാർട്ടി തന്നെ കോടതി. വീര്യം കൂടിയതാണോ, ഗാഢത കുറഞ്ഞതാണോ, സാന്ദ്രത എത്രത്തോളം ഉണ്ടെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ച് എല്ലാം മൂടി വെക്കുന്ന പാർട്ടിയാണിത്. സ്ത്രീ പീഡനങ്ങളുടെ സാകേതവും സങ്കേതവുമാണ് ആ പാർട്ടി. ആ ധൈര്യമാണ് മുകേഷിനെ പോലുള്ളവർക്ക് പാർട്ടിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉള്ളത്. ആ പാർട്ടി തങ്ങളെ സംരക്ഷിക്കുമെന്ന് മുകേഷിന് അറിയാം. കാരണം മുകേഷൊക്കെ ആ പാർട്ടിയുടെ ഉള്ളുകളിലെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ്. ഇതുപോലെ അധപ്പതിച്ചു പോയ കുളം തോണ്ടി ഒരു പാർട്ടിയെ പറ്റിയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണ പുലർത്തി TV-യിലൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങളോടൊക്കെ ഒരു സഹതാപം തോന്നും. അതിനെ ഞാനും പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രം. ഏതായാലും അഭിലാഷ, മുകേഷ് രാജിവെക്കണോ വേണ്ടെന്നൊക്കെ കേരളത്തിലെ ജനം തീരുമാനിച്ചു കൊള്ളട്ടെ. ശരി, അല്ല, ഇപ്പൊ ജനത്തിന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അവരവർ തീരുമാനിക്കേണ്ട രാജിവെക്കണോ വേണ്ടോ, അല്ലെങ്കിൽ അവരുടെ പാർട്ടികൾ തീരുമാനിക്കണം. ഞാൻ വരാം താങ്കളിലേക്ക്. തീർച്ചയായിട്ടും ശ്രീ B. ഗോപാലകൃഷ്ണൻ, മുകേഷ് രാജിവെക്കണോ എന്ന് ഇന്നലെ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കോടതി വല്ലതും പറഞ്ഞോ എന്നാണ് തിരികെ ചോദിച്ചത്. ഒപ്പം മാധ്യമങ്ങളെ ഉപദേശിച്ചു, നിങ്ങൾ സമൂഹത്തെ വഴിതെറ്റിക്കരുത് എന്ന്. മുകേഷ് രാജിവെക്കണമെന്നാണ് K. സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. താങ്കൾ K. സുരേന്ദ്രൻ പക്ഷത്താണോ, സുരേഷ് ഗോപി പക്ഷത്താണോ? അഭിലാഷ് മോഹൻ, പാർട്ടിക്കൊരു പക്ഷമേ ഉള്ളൂ. ആ പക്ഷത്താണ് സുരേഷ് ഗോപിയും അതുപോലെ സുരേന്ദ്രനും B. ഗോപാലകൃഷ്ണനും. ഞാൻ സുരേഷ് ഗോപിയുമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചിരുന്നു. സുരേന്ദ്രൻ്റെ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്, അതാണ് ശരിയായിട്ടുള്ള നിലപാട്. പക്ഷേ സ്വാഭാവികമായും ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്താണോ പൃഥ്വിരാജ് പറഞ്ഞത് അതേ ഭാഷ തന്നെയാണ് ഞാനും ഉപയോഗിച്ചത്. പൃഥ്വിരാജ് പറഞ്ഞതിനെ ഇവിടെ പല ആളുകളും വലിയ തോതിൽ എന്താ പറയുക ഗംഭീരമായി എന്ന് പറയുകയും പൃഥ്വിരാജിനെ പ്രസിഡൻ്റാക്കണമെന്ന് വരെ വാദിച്ചവരുണ്ട്. പൃഥ്വിരാജിനെ പ്രസിഡൻ്റാക്കണം എന്ന് മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പോലെ ഒരു പ്രസിഡൻ്റ് ആവരുത് എന്നും കാച്ചി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു തരം മൂന്നാംകട ഭാഷയിലെ വർത്തമാനമാണ്. അപ്പോൾ വാസ്തവത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ എന്താ,
പൃഥ്വിരാജ് പത്രസമ്മേളനത്തിന് പോയത് പൃഥ്വിരാജ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിയമ നടപടികൾ നടക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. ഇനിയും നിയമ നടപടിക്ക് വിധേയരാകുന്നവരെ പോലെ തന്നെ നിയമം തെറ്റായിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടികൾ എടുക്കണം. ഇതാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമല്ല. പക്ഷേ സുരേഷ് ഗോപി കുറച്ചുകൂടെ അവധാനതയോടുകൂടി, ഞാൻ ഇന്നലെയും അത് പറഞ്ഞിരുന്നു, കുറച്ചുകൂടെ അവധാനതയോടുകൂടി, അദ്ദേഹം ഒരു സിനിമ ആക്ടർ മാത്രമല്ല, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടെ ശാന്തമായി, പരുഷമാകാതെ കുറച്ചുകൂടെ അവധാനതയോടുകൂടി സംസാരിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ആയിരുന്നു പറയേണ്ടത്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് അത് ക്ഷോഭിതനാവാനുള്ള കാരണവും വളരെ വ്യക്തമാണ്. കുറേ നാളായിട്ട്, ഇപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളായിട്ട് ചില പ്രത്യേക മാധ്യമങ്ങൾ, മാതൃഭൂമിയെ ഞാൻ പറയില്ല, ചില പ്രത്യേക മാധ്യമങ്ങൾ ഈ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ട്. അദ്ദേഹം എന്തു പറഞ്ഞാലും കുഴപ്പമുണ്ടാക്കാൻ, വഴിമുടക്കാൻ, അദ്ദേഹത്തെ എതിർക്കാൻ, അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ, അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനുഷ്യനല്ലേന്ന്, സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പരാമർശങ്ങളെ കുറിച്ചുള്ള ഒരു വിപുലമായ ചർച്ചയ്ക്ക് പോകുന്നില്ല. കാരണം മുകേഷാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മാത്രമല്ല, ഇന്നിപ്പോ സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തെ കുറിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ ഗോപാലകൃഷ്ണൻ, പൃഥ്വിരാജും സുരേഷ് ഗോപിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പൃഥ്വിരാജ് ഒരു സിനിമാ നടൻ മാത്രമാണ്, സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധിയുമാണ്. പൃഥ്വിരാജ് ഇതൊന്നും അല്ല. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആളാണ് സുരേഷ് ഗോപി. ഉത്തരവാദിത്വമുള്ള ആളാണെന്ന് തോന്നേണ്ടത് അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല, സർക്കാരിൻ്റെ കാര്യം വല്ലതും ചോദിച്ചാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ മതി. അതിനപ്പുറത്ത് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹം വികാരവിക്ഷുബ്ധനായി, സാധാരണ ഡയലോഗ് മാത്രമായിരുന്നു, ഇന്നലെ ആക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയായ ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നതെന്ന് സംശയം വരുന്നത്. അല്ല, ഞാൻ നിങ്ങളങ്ങനെ പറയുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുമില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡും ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡും വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചു. ഇവരൊക്കെ രംഗത്ത് വരുന്നതിന് മുമ്പ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ സ്വതന്ത്ര ഇടതുപക്ഷ ചിന്തകന്മാരൊക്കെ വെളിയിൽ വരുന്നതിന് മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വളരെ കൃത്യമായി അന്വേഷിക്കണമെന്നും അതിൽ പറഞ്ഞിരിക്കുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും എന്ന് മാത്രമല്ല, അഭിലാഷിനറിയാമല്ലോ, ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന പിരിച്ചുവിടണമെന്നും വളരെ ശക്തമായി ആവശ്യപ്പെട്ടവരാണ് BJP. അപ്പോൾ അന്ന് വളരെ ശക്തമായി ആ വിഷയം ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അന്നൊന്നും നിങ്ങൾ ഞങ്ങളെ ചർച്ചയ്ക്കേ വിളിച്ചില്ല, അത് വേറെ വിഷയം. അതെന്തുകൊണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചില്ല? BJP വളരെ കൃത്യമായ കാര്യം, എന്ത് അമ്മ എന്ന് പറയുന്ന സംഘടന വരെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞിട്ടും കൂടി. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു പദത്തിനൊരു അർത്ഥമുണ്ട്, അതിനൊരു സങ്കല്പമുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ ഇംബൈബിഡാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, സഹിഷ്ണുതയാണ്, എല്ലാവരെയും സ്വീകരിക്കലാണ്, അല്ലാതെ ഈ ഡിസ്ക്രിമിനേഷൻ നടത്തലല്ല, ഈ എക്സ്പ്ലോയിറ്റേഷൻ നടത്തലല്ല. അതുകൊണ്ട് അമ്മ എന്ന പേര് പോലും വാസ്തവത്തിൽ ആ സംഘടനയ്ക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് അത് പിരിച്ചുവിടണമെന്ന് ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. പക്ഷേ ഒരു മിനിറ്റ് ഞാൻ തീർക്കാം. പക്ഷേ ഞങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ എടുത്ത സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത സ്റ്റാൻഡ് അഭിലാഷ് മോഹനെ പോലെയുള്ള ഒരു അവതാരകൻ പോലും BJPക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളെ കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനതുകൊണ്ടാണ് സ്ഫുടമായി പറഞ്ഞത്, അവധാനതയോടുകൂടി സംസാരിക്കണമായിരുന്നു. അങ്ങനെ പരുഷമായ ഭാഷയിൽ പറയേണ്ടതായ വിഷയമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പറയേണ്ടത്. പക്ഷെ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായി സുരേന്ദ്രൻ പറഞ്ഞു. ആ സ്റ്റാൻഡിൻ്റെ കൂടെയാണ് ഇന്ന് സുരേഷ് ഗോപി. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം അത് പറഞ്ഞു, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കുറച്ചുകൂടെ അവധാനതയോടുകൂടി അദ്ദേഹം സംസാരിക്കേണ്ടതായിരുന്നു. പക്ഷേ വികാരമുണ്ടാവാൻ കാരണം, ആ കാരണവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചില പ്രത്യേക മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് കുറച്ച് നാളായി നടക്കുന്നു. അതിലായിരിക്കാം അദ്ദേഹത്തിന് വികാരമുണ്ടായത്. പക്ഷെ വികാരമുണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. ഓക്കെ, ശ്രീമതി ജോളി ചിറയത്ത്, എന്തുകൊണ്ട് ഈ അബ്യൂസർമാർ എന്ന് പലതവണ വിളികേട്ട ആളുകൾ, അല്ലെങ്കിൽ ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് ആക്ഷേപം നേരിട്ട ആളുകൾ നിരന്തരം പ്രൊട്ടക്ഷൻ നേടി, ഇത് സിനിമയിൽ മാത്രമൊന്നുമല്ല, പ്രൊട്ടക്ഷൻ നേടി ഇതുപോലെ വിരാജിക്കുന്നു എന്ന പ്രശ്നം കൂടി ഉണ്ടല്ലോ?
എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാവായ സുരേഷ് ഗോപിക്ക് മുകേഷിനെ തള്ളിപ്പറയണമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമല്ല ചേർന്ന് നിൽക്കണമെന്ന തോന്നലാണുള്ളത്. ഫിലിം ഫ്രട്ടേണിറ്റിയുടെ ഭാഗമാണല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പോലും വിചാരിക്കുന്നു. അതിനപ്പുറത്തൊരു കറക്ഷൻ നടക്കുന്നില്ല. ഈ വിഷയങ്ങളിലൊക്കെ കേസ് ഇപ്പോൾ പരിശോധന, FIR ഇടൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഈ വളരെ ഗൗരവതരമായ ഒരു മുന്നോട്ട് പോക്ക് കേസിനുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാനും കഴിയുകയില്ല. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തെ ചർച്ചയ്ക്കപ്പുറത്ത് എന്തെങ്കിലും വലിയ മാറ്റങ്ങൾക്കിടയാക്കുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഹൈലി സിസ്റ്റമിക് വയലൻസ് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഞാനിപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരായിട്ടുള്ള മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ലൈംഗികത എന്ന് പറയുന്നത് ഹൈലി ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ഇത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രയോഗിക്കുന്ന, ലൈംഗികതയെ തന്നെ ഒരു ക്രിമിനൽ പൊസിഷനിൽ നിർത്തുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരുടെ ഈ വാദപ്രതിവാദങ്ങളിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. മറിച്ച് കുറച്ച് സ്ത്രീകൾ ഒരു അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്തുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അവർ കൂടി ഉൾപ്പെട്ട അമ്മ എന്ന സംഘടനയ്ക്കകത്ത് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അവിടെ ഉണ്ടാവുന്ന മറ്റു പല പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ അവിടെ നിന്ന് പോരുകയാണ് ചെയ്യുന്നത്. അത്തരം ഹിസ്റ്ററി ഒന്നും നമ്മൾ പറയണ്ട. അപ്പോൾ WCC എന്നൊരു സംഘടന രൂപപ്പെടുന്നു. അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാവുന്നതും അത് പിന്നീടും ഈ 2019 സബ്മിറ്റ് ചെയ്ത ആ ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ നമ്മൾ 4.5 വർഷക്കാലം തന്നെ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു ഇടതുപക്ഷ സർക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ നീതിയിൽ വലിയ പ്രത്യാശയുള്ള മനുഷ്യരായതുകൊണ്ട് ഇത് സ്വാഭാവികമായി പുറത്തു വന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാവണം. പാർട്ടി ഭക്തിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് അത് വല്ലാതെ മാറിപ്പോയി എന്നുള്ള വേദനയൊക്കെ ഉള്ളവരാണ് എന്നെപ്പോലെയുള്ള സ്ത്രീകളൊക്കെ. ദാറ്റ്സ് ഫൈൻ, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചളിയേറിൽ ഇതിൽ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജസ്റ്റിസിൻ്റെ മുന്നിൽ റിവീൽ ചെയ്യപ്പെട്ട ഒരുപാട് വസ്തുതകളുണ്ട്. ഈ വസ്തുതകളിൽ മേൽ ഇനി ഉണ്ടാവേണ്ട നടപടിക്രമങ്ങളായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇക്കിളി വിഷയമാണ്, ഒരു കളക്റ്റീവ് വോയറിസം ആണ് ഇപ്പോൾ ഈ ഒരു സെക്ഷൽ മാറ്ററിൻ്റെ പുറത്ത് നടക്കുന്നത്. അതാണ് സെൻസേഷനോട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് മഹത്തായ ഒരു കലാരൂപം ഒന്നുമല്ല. അത് കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നൂറുകണക്കിന് മനുഷ്യരുടെ അധ്വാനം ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യാധ്വാനം നിലനിൽക്കുന്ന ഒരു വ്യവസായമാണ് എന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയും അതിൻ്റെ പുറത്തുള്ള റെഗുലേഷൻസ്, ലേബർ നിയമങ്ങൾ, സിനിമ പോളിസികൾ, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള എന്തെല്ലാം നടപടികളാണ് ഉണ്ടാവേണ്ടത്. അതിൽ തന്നെ ഈ സമിതികൾ രൂപീകരിക്കുമ്പോൾ ആരോപണ വിധേയരായ മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകളുടെയും സാധാരണ തൊഴിലാളികളുടെയും ആത്മവിശ്വാസം കയ്യിലെടുക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തന പദ്ധതി എന്താണ് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് എന്നാണ് എൻ്റെയൊക്കെ കൺസേൺ. അതല്ലാതെ ഇത്തരം ചെളിവാരി എറിയൽ, മന്ത്രിയുമായാലും മുഖ്യമന്ത്രി ആണെങ്കിലും, അല്ലെങ്കിൽ MP ആണെങ്കിലും കേന്ദ്രമന്ത്രി ആണെങ്കിലും, അവർക്ക് അവരുടെ ഡെക്കോറം കീപ്പ് ചെയ്യുന്ന ഒരു പെരുമാറ്റച്ചട്ടം ഇനി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ അവരും ഓരോ പാർട്ടിയും അതിൻ്റെ നിലവാരം അനുസരിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ എക്സ്പെക്ടേഷൻ ഇതാണെന്ന് തന്നെ നിരന്തരം പറയേണ്ടി വരും. തീർച്ചയായും അത് പറയുന്നുണ്ട്. ശ്രീ ഡോക്ടർ പ്രേംകുമാർ, ഈ സ്ത്രീപക്ഷ വാചാടോപത്തിനപ്പുറത്ത് എന്ത് നടപടികൾ എന്നുള്ളത് ഗൗരവപൂർണമായ ഒരു വിഷയമാണല്ലോ. ഇപ്പോൾ 2019 കിട്ടിയ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടാൻ അനുമതി നൽകുമ്പോൾ മാത്രമാണ് അത് പുറത്തു വന്നിട്ടുള്ളത്. അത് പുറത്തു വന്ന് വലിയ തോതിലുള്ള ചർച്ചകൾ കേരളത്തിൽ മുഴുവൻ 24 മണിക്കൂർ നടക്കുന്ന സാഹചര്യത്തിലാണ് IPS ഓഫീസർമാർ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി വരികയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമിതി വരികയും അവർ പരാതികൾ പരിശോധിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നത് പോലും. അതിനു മുമ്പ് കോൺക്ലേവ് നടത്തി ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ സമീപനം. അപ്പോൾ വർത്തമാനം ഒന്നും പ്രവൃത്തി വേറൊന്നും എന്ന പ്രശ്നവുമുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കും മുകേഷിനെ പോലെ ഒരാൾ സംരക്ഷിക്കപ്പെടുമെന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാവുന്നത്. എനിക്ക് ഒത്തിരി സമയം തരണേ. സത്യത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് വളരെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ LDF സർക്കാർ തുടങ്ങി വെച്ചൊരു പരിപാടിയാണിത് എന്നുള്ളതാണ്. കാരണം ഇത്ര തന്നെ എന്താ പറയുക, മാഫിയ ബന്ധങ്ങളൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് തന്നെയായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അന്ന് മലയാള സിനിമയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ ദിലീപ് ജയിലിൽ കിടക്കേണ്ടി വരുന്നത് 90 ദിവസം.
അതിനുശേഷം ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഒരൊറ്റ സിനിമ പോലും മലയാളികൾ നിലം തൊടിയിച്ചിട്ടില്ല. മലയാളിക്ക് അറിയാം എങ്ങനെ ബഹിഷ്കരിക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ കൃത്യമായ ഉദ്ദേശശുദ്ധിയോടെ തന്നെ തുടങ്ങിയ ഒരു സംഗതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നിടത്ത് എത്തിയപ്പം അത് സിനിമയിൽ ഈ ഇൻഡസ്ട്രീൻ്റെ അകത്തുള്ള ഇൻഡസ്ട്രീസ് അവസാനിപ്പിക്കാനും ജെൻഡർ ഇനീക്വാലിറ്റിയും എക്സ്പ്ലോയിറ്റേഷനും അവസാനിപ്പിക്കാനൊക്കെ ഉള്ള വളരെ പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങളുള്ള ആ ഒരു സാധനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവിടെ എത്തുമ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്ലോനെസ് ഉണ്ടായിട്ടുണ്ട്, ഇറസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കോർ ഇഷ്യൂസ് എന്ന് പറയുന്നത് സാധാരണ നിരന്തരം ടെലിവിഷൻ ഡിസ്കഷൻസിനൊന്നും ഒരു എന്താ പറയുക റേറ്റിംഗ് കിട്ടുന്ന സാധനമല്ല. അതിന്റെ സെൻസേഷണൽ ഇഷ്യൂസ്, രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം, മുകേഷിനെതിരെയുള്ള ആരോപണം, മമ്മൂട്ടിക്കെതിരെ ഉണ്ടോ, മോഹൻലാലിനെതിരെ ഉണ്ടോ, സിദ്ദിഖിനെതിരെ ഉണ്ട് എന്നൊക്കെയുള്ള സാധനങ്ങളാണ്. മീഡിയക്ക് സ്വാഭാവികമായിട്ട് താല്പര്യം അതിലാണ്. പക്ഷേ ഈ മീഡിയ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരാൻ ഡോക്ടർ പ്രേംകുമാർ ഹേമ ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് സിനിമയിൽ പല പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമാ മേഖല നേരിടുന്ന, അവിടുത്തെ വനിതകൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സാനിറ്റേഷൻ ഫെസിലിറ്റീസിന്റെ അഭാവമോ അതല്ലെങ്കിൽ വസ്ത്രം മാറാൻ ഈ സാരി വിരിച്ചു കെട്ടേണ്ടതോ ഒന്നുമല്ല. ഫസ്റ്റ് ഇഷ്യൂ, ഏറ്റവും ഗൗരവതരമായ ഇഷ്യൂ എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. സിനിമയിൽ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സെക്ഷൽ ഹരാസ്മെന്റ് ആണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അത് കണ്ടെത്തിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് ഞാനും അഭിലാഷും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയും വിശദീകരിക്കുന്ന സാധനത്തെ ഒരു വലിയ പരിധി വരെ പബ്ലിക് എടുക്കുന്നത് സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂ എന്നുള്ള രീതിയിലാണ്. അത് നമ്മുടെ അടക്കമുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു ദുര്യോഗമാണത്. അതുകൊണ്ട് ഈ സെൻസേഷണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ കുറ്റാരോപിതരായ ആളുകളെ എക്സ്പോസ് ചെയ്യപ്പെടണം, പണിഷ് ചെയ്യപ്പെടണം. ഇത് കഴിഞ്ഞാലേ ഇതിന്റെ കോർ ഇഷ്യൂസിലേക്ക് പോവുള്ളൂ. പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ട് പത്രപ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള എന്താ പറയുക RTI വാറിന് ശേഷം പുറത്തു വന്നിട്ട് പെട്ടെന്ന് ഉണ്ടായത് പോലും ആ ഒരു 3-4 ദിവസമാണെങ്കിൽ പോലും ഉണ്ടായ ചർച്ചകളും റെസ്പോൺസസും വളരെ നിരാശാജനകമായിരുന്നു. അതായത് ആദ്യം തന്നെ രഞ്ജിത്തിനെതിരെ ആരോപണം വരുന്നു. ആദ്യം തന്നെ പറയുന്നത് പരാതി തരൂ അപ്പൊ നോക്കാം. അങ്ങനെ അല്ല ഒരു മന്ത്രി പറയേണ്ടത്, ഒരു സാംസ്കാരിക കാര്യ മന്ത്രി പറയേണ്ടത്. രഞ്ജിത്തിനെതിരെ അന്വേഷണം വന്നപ്പം രഞ്ജിത്ത് ഇന്ത്യയിലെ ഏറ്റവും മഹാനായ സംവിധായകനാണെന്ന്, സിനിമക്കാരനാണെന്ന് പറയുകയായിരുന്നു. അങ്ങനെ വല്ലാതെ ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് ഇപ്പൊ അത് എത്തി നിൽക്കുന്നത് മുകേഷ് എന്ന് പറഞ്ഞ ഒരാളിലാണ്. ബാക്കി പ്രോസസ്സ് അതിന്റെ വഴിക്ക് നടക്കുന്നതാണ് വിചാരിക്കുന്നത്. കാരണം ആളുകൾ റിവീൽ ചെയ്യുന്നു, അവരുടെ അടുത്ത് പൂങ്കുഴലി അടക്കമുള്ള വളരെ ടോപ്പ് ആയിട്ടുള്ള വളരെ ക്രെഡൻഷ്യൽസ് ഉള്ള വുമൺ IPS ഓഫീസേഴ്സ് അവരെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ലോ ഈസ് ടേക്കിംഗ് ഇറ്റ്സ് ഓൺ കോഴ്സ്. പക്ഷെ ഈ ഒരു സാധനത്തിന് നമ്മൾ തട്ടിയിട്ട് ശരിയില്ലാത്ത രീതിയിൽ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ പറ്റുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കേരളത്തിലെ CPM എന്നുള്ള പാർട്ടിക്കും LDF-നും സർക്കാരിനും തന്നെയാണ്. കാരണം ഇതിൽ സാങ്കേതികത്വത്തിന് നമ്മൾ കടിച്ചു തൂങ്ങാതെ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ എക്സ്പ്ലോയിറ്റേഷൻ അവസാനിപ്പിക്കാനുള്ള ഈ ദൗത്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും മുകേഷിനെ രക്ഷിക്കുമ്പോൾ ഈ മൊത്തത്തിൽ നടക്കുന്ന എല്ലാ ഇൻഡസ്ട്രീസിനെയും സപ്പോർട്ട് ചെയ്യാണ് സർക്കാർ എന്നുള്ള രീതിയിൽ ആളുകൾ അത് സംശയിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടെ കണ്ടുകൊണ്ട് വേറെ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ന് KJ ജേക്കബ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, നിയമനിർമ്മാണ സഭയുടെ 7 അയലത്ത് പോകാൻ യോഗ്യതയില്ല എന്ന് തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള മുകേഷിന്. അങ്ങനെയുള്ള ഒരാളെ വെറുതെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ കോർ ഇഷ്യൂസിലേക്ക് ഡിസ്കഷൻ പോകുന്നത് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെയും ഇടതുമുന്നണിയും ബാധ്യതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ജോളി ചെറിയത്ത് പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനുള്ള ഒരു സിറ്റുവേഷൻ ആവരുത്. സിനിമ എന്നുള്ള ഉദാത്തമായ കലയൊന്നുമല്ല, കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെല്ലാം തൊഴിലാളികളാണ്, ജോലിക്കാരാണ്. അവർക്ക് വേണ്ടത് ട്രേഡ് യൂണിയനാണ്, ട്രേഡ് യൂണിയൻ അവകാശങ്ങളാണ് വേണ്ടത്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒന്നുമല്ല. മാത്രമല്ല ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് മലയാള സിനിമ മോശം എന്ന ആളുകൾ വിചാരിക്കുമെന്ന് പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണ്. പാർവതി തിരുവോത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ നിന്ന് ഈ വാർത്തകൾ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു റിഫൈൻമെന്റ് നടക്കുന്നു എന്നാണ്. മറ്റ് സിനിമകളിലൊക്കെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ആ ബംഗാളി നടി കൃത്യമായിട്ട് പറയുന്നു, ഇന്ത്യയിലെ എല്ലാ സിനിമാ മേഖലകളിലും ഇങ്ങനെ തന്നെയാണ്. മലയാളത്തിൽ ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങി, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് പോലും നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇത് എന്നുള്ളതാണ് നമുക്കുള്ള അതിനകത്തുള്ള സങ്കടം. ആ പ്രതിബന്ധം മാറ്റുന്ന കാര്യത്തിൽ സർക്കാർ ഉടനടി ഇടപെടണം. ഇതിന്റെ കോർ ഇഷ്യൂസ് തുടങ്ങി വെച്ച കാര്യങ്ങൾ അതിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാഥമികമായിട്ട് ഇതിൽ സംസാരിക്കേണ്ടത് ഞാൻ കരുതുന്നു ജോളി ചെറിയത്തിനെ പോലെയുള്ള ഗായത്രി വർഷയെ പോലെയുള്ള സ്ത്രീകളാണ്, അനുഭവസ്ഥരാണ്. ശരി, അവിടെ ശ്രീമതി ഗായത്രി വർഷ സർക്കാർ കോൺക്ലേവിനെ കുറിച്ചാണ് പറഞ്ഞത്. അന്ന് തന്നെ പാർവതി തിരുവോത്ത്
ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. ഈ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരുന്ന് നമുക്കിനി എന്ത് ചെയ്യാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനമാണോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ വേണ്ടത് എന്ന്? അപ്പോൾ മന്ത്രിമാരടക്കം അങ്ങനെയല്ല, കോൺക്ലേവ് എന്ന സങ്കല്പം അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു എന്ന മറുചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇതുവരെ ഏറ്റവും കൂടുതൽ പരാതികൾക്ക് പാത്രമായിരിക്കുന്നത് മുകേഷാണ്. ഈ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ ഷാജി എൻ കരുൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി വരുന്നത് ഇദ്ദേഹമാണ് എന്നോർക്കണം. അദ്ദേഹം ഇനി അതിലുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്ത് ഇങ്ങനെയാണ് സർക്കാരിന്റെ തോട്ട് പ്രോസസ്സ് പോകുന്നത്. എക്സാക്ട്ലി എന്താണോ പാർവതി പറഞ്ഞത് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. ഇപ്പോൾ ഈ തുറന്നു പറച്ചിലുകൾ വന്നതുകൊണ്ട് മുകേഷ് അത്തരം സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കും എന്നെങ്കിലും വിചാരിക്കാം. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് വളരെ ഡിസിസീവായ സമീപനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നത്? അതിന് പ്രതിബന്ധം എന്താണ്? ഞാൻ വിചാരിക്കുന്നു അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഇല്ലാതെ വിചാരിക്കുന്നു, അഥവാ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ശാഠ്യം ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ട്. അതിനെ മറികടക്കുന്നത് ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കമൻറ്റുകളിലേക്ക്, കൗണ്ടറുകളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാർവതി ആവട്ടെ, ഞാനാവട്ടെ, ജോളി ചിറയത്താവട്ടെ, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നു എന്നുള്ളത് അത് പ്രാഥമികമാണ് അഭിലാഷ്. പലപ്പോഴും ഞങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അതേ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവേണ്ടുന്ന ഒരു സമയമായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ഇപ്പം ജോളി ചെറിയത്ത് പറഞ്ഞതും ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതും ഏറ്റവും വലിയ, ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളതുമായ സിനിമയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അർത്ഥതലം നിൽക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മളുടെ പ്രബുദ്ധമായ നമ്മളുടെ മനസ്സിന് ഇനിയൊരു വിജ്ഞാന ശാഖയില്ലാതെ വിനോദശാഖയില്ലാതെ അത് രണ്ടും ഏറ്റവും വലിയ പ്രൈമറി നീഡ്സിലേക്ക് എത്തപ്പെട്ടു. ആഹാരം, വസ്ത്രം, പാർപ്പിടം പോലെ പ്രൈമറി നീഡ്സിലേക്ക് എത്തപ്പെട്ട കാര്യമാണ് കേരളം പോലുള്ള ഒരു സമൂഹത്തിന് വിജ്ഞാനവും വിനോദവും. അവിടെ ഏറ്റവും ജനകീയമായ സിനിമ എന്ന് പറയുന്ന വിജ്ഞാന മേഖല ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ, കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ, അതൊന്നും അത്ര നിസ്സാരമായി കാണേണ്ട കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നല്ലോ ചെറിയ കാര്യങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതി. അത്തരം ചർച്ചകളുടെ ഒന്നും ഇടമല്ല ഇത്. നമുക്കിത് കക്ഷി രാഷ്ട്രീയ ചർച്ചകളുടെയും ഇടമല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് മനസ്സിലാക്കുക, ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും നൗഷാദ് അലി സാറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകത്തിൻ്റെ ചർച്ച നമ്മൾ നടത്തുമ്പോൾ നമുക്കത് പ്രോഗ്രസീവായിട്ടുള്ള വഴിയിൽ തന്നെ നീങ്ങണം. അതുകൊണ്ട് മുകേഷ് എന്ന് പറയുന്ന നടനെ ഇനി സിനിമ നയരൂപീകരണ സമിതിയിൽ ഉണ്ടാവും എന്ന് ഞാൻ തീരെയും വിശ്വസിക്കുന്നില്ല. 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നിടത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒന്നിച്ചെടുക്കുന്ന ഒരു വാക്കാണ്. രണ്ടാമത്, ധാർമ്മികമായിട്ട് തന്നെ തീരുമാനിക്കപ്പെടണം. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ റിപ്പീറ്റ് ചെയ്ത് ഇത്ര ആരോപണങ്ങൾ വരുന്ന ആൾ മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ഔന്നത്യം കേരളത്തിന് ഉണ്ടാവണം. അതും എൻ്റെ രണ്ടാമത്തെ അഭിപ്രായമാണ്. പക്ഷേ ഏറ്റവും ഇന്നിപ്പം ഞങ്ങളുടെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് തമിഴിലെ പ്രശസ്തനായ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ പാർവതി പറഞ്ഞ അഭിപ്രായത്തോട് ചേർത്ത് വെക്കുകയാണ് ഞാൻ. കാരണം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇത്രയും അല്ലേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഒരു ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേര് നടപടിക്രമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയല്ലേ പ്രതികരണങ്ങൾ വരുന്നുള്ളൂ. പക്ഷേ ഓഫ് കോഴ്സ് തമിഴ്, തെലുങ്ക് ഒക്കെ ഇതിൻ്റെ ഡബിൾ ഉള്ള ഇൻഡസ്ട്രികളാണ്, വലിയ ഇൻഡസ്ട്രികളാണ്. അതിൻ്റെതായ ബാഹുല്യം എല്ലാ തരത്തിലും അവിടെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ പോലെ ശബ്ദമുയർത്താൻ പറ്റാത്ത രീതിയിൽ ഇതര ഭാഷാ സിനിമകൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വയം വിമർശനം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ അതും നമുക്ക് ആ സൈഡിൽ വിടാം. കാരണം നമ്മൾ മലയാള സിനിമയെ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാർവതി പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഏറ്റവും നല്ല രീതിയിലേക്കുള്ള നമുക്ക് ശാഠ്യം തന്നെ ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ പ്രോസസ്സിനോ മറ്റേതെങ്കിലും പ്രോസസ്സിനോ കാലതാമസം ഉണ്ടാവുകയും നിരുത്തരവാദപരമായി അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊക്കെ ഓരോ ചട്ടങ്ങളും ചിട്ടകളിലും തന്നെ പോകുന്നുണ്ട്. അഭിലാഷ് പറഞ്ഞു, ഇവിടെ നടക്കുന്നുണ്ട്, ദൈനംദിന പരിപാടികൾ നടക്കുന്നുണ്ട്. പരാതി സ്വീകരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഫയൽ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഒന്നുകൂടി ആവർത്തിക്കുക, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സിൽ മാധ്യമങ്ങൾക്കുള്ള ഒരു പങ്ക്, ഇവിടെ എത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള ഒരു പങ്ക് വലുതാണ്. അപ്പോൾ ചർച്ചയ്ക്ക് നമുക്ക് അത്രയും ഒരു വലിപ്പത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കത് പറ്റും. നിങ്ങളെപ്പോലുള്ള ആങ്കർമാർക്ക് തീർച്ചയായിട്ടും ആ ചർച്ചയുടെ ഒരു വലിപ്പം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. ഓക്കെ, ശ്രീ കെ പി നൗഷാദ് അലി, ഇവിടെ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുമാതിരി
എല്ലാ ഭാഗത്തേക്കും ആരോപണങ്ങളുണ്ട്. ഈ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ആർട്ടിസ്റ്റ് തന്നെ കോൺഗ്രസിൻ്റെ പ്രൊഫഷണൽ വിങ്ങിൻ്റെ അഡ്വക്കേറ്റ്സിൻ്റെ വിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വി എസ് ചന്ദ്രശേഖരനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് മുമ്പുള്ള ആരോപണം കോൺഗ്രസ് സഹയാത്രികനായ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അനുഭാവികളോ അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘടകത്തിൻ്റെ ഭാരവാഹികളായിരിക്കുന്നവരോ ഒക്കെ ആരോപണത്തിന് ചെറുവിരായിട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നിങ്ങൾ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കും, പിന്നെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാവുകയും ചെയ്യും. അതിനപ്പുറത്ത് ഇതിപ്പോൾ സമൂഹം, സ്ത്രീ സമൂഹം വിശിഷ്യ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നമ്മളൊരു പുതിയ ഉണർവിലേക്ക് അതല്ലെങ്കിൽ ഒരു പുതിയ രീതിശാസ്ത്രത്തിലേക്കും നീതിബോധത്തിലേക്കും വരും എന്നുള്ളതാണ്. അവിടെ ഇതുപോലെയുള്ള ആളുകൾക്ക് സ്ഥാനം ഉണ്ടാകില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന സമൂഹമുണ്ട്. അവിടെ കേവല കക്ഷി രാഷ്ട്രീയ വഴക്കല്ലല്ലോ വേണ്ടത്. ഞാൻ അഭിലാഷ, ഇവിടെ നമ്മളിപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇന്ന പാർട്ടി തെറ്റുകാർ, അവരുടെ മതം നോക്കിയിട്ട് ഇന്ന മതക്കാർ തെറ്റുകാർ, ഇങ്ങനൊരു പ്രവണതയെ ശരിയല്ല. അതിനെ നഖശിഖാന്തം നമ്മളെല്ലാവരും എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഞാൻ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആഖ്യായികകളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇത്തരം കുറ്റം ചെയ്ത ആളുകളെ പൊതിഞ്ഞു കെട്ടി സംരക്ഷിച്ച് അവർക്ക് വലയം തീർത്ത് കൊണ്ടുപോകുന്ന ഒരു നിയമ സംവിധാനവും ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിമർശിക്കാതെ തരമില്ല. ഇവിടെ ഗായത്രി വർഷ പറഞ്ഞതുപോലെ ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ അപജയങ്ങൾ മാറ്റാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അതിൻ്റെ അർത്ഥം നമുക്ക് ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടുക വയ്യ, നമ്മൾ തെറ്റുകാരനെന്ന് വിളിക്കാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള പരിമിതികളിലൂടെ ഒരിക്കലും ഒരു സാംസ്കാരിക കേരളവും ഇവിടെ കെട്ടിപ്പടുക്കപ്പെടുകയില്ല. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൽ 15 താരപ്രഭുക്കളുണ്ട്, നിരവധിയായ ലൈംഗിക ചൂഷണങ്ങളുണ്ട്, പോക്സോ കേസിന് ആധാരമായ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ മൂടിപ്പൊതിഞ്ഞ് ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു നിലപാടും ഇല്ലാത്ത ആളുകളെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ഇവിടെ ഒരു പോലീസ് അധികാരികളുടെ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. വനിതാ IPS ഓഫീസർമാരുടെ തലപ്പത്ത് പുരുഷ IPS ഓഫീസർമാരാണല്ലോ ഇവർ വച്ചിട്ടുള്ളത്. എന്ത് നീതി അന്തിമമായിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെൻസർ ചെയ്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് 10ഓളം പേജുകൾ വെട്ടി ഇവിടെ പ്രസിദ്ധീകരിച്ചൊരു സർക്കാരിൽ നിന്ന് നമ്മൾ എന്ത് നീതി ഇവർ വീണ്ടും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ആരോപണം വന്നിട്ടും ഈ മുകേഷിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരണത്തിന് പുറപ്പെടുവിച്ച ഒരു സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും? ഇവിടെ ബി ഉണ്ണികൃഷ്ണനെതിരെ ഈ മുൻ സർക്കാരിൻ്റെ കാലത്തൊരു ബോർഡ് കോർപ്പറേഷൻ ചെയർമാനായിരുന്ന വിനയൻ മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ. ഇങ്ങനെ കോഴികൾക്ക് സംരക്ഷണം നൽകാൻ കുറുക്കന്മാരുടെ സഭ വിളിച്ചുകൂട്ടുന്ന സർക്കാരിനെ നമുക്ക് വിമർശിക്കാതെ പോവുക തരമില്ല. അത് സർക്കാർ തെറ്റുതിരുത്താനും സർക്കാർ നേരായ വഴിയിൽ വരുവാനും അത്തരത്തിൽ വരുന്ന പക്ഷം അവരെ പിന്തുണക്കാനുള്ള മനസ്സോടും കൂടിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷം ഇത് പറയുന്നത് എന്ന് അഭിലാഷം മനസ്സിലാക്കണം. ശരി, വളരെ ചെറിയ വാചകത്തിൽ ഒറ്റ സെന്റൻസിൽ, കാരണം നേരത്തെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ അഭിലാഷ് വളരെ കൃത്യമായിട്ട് നമ്മുടെ എന്താ പറയാ മറ്റേ കുന്നപ്പള്ളിയുടെ കാര്യം പറഞ്ഞു സൂചിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് വളരെ സമർത്ഥമായി വഴുതിപ്പോയി മറുപടി പറയാതിരുന്നപ്പോഴും അത് ചേർത്ത് ഞങ്ങളൊക്കെ പറയാതിരുന്ന കക്ഷിരാഷ്ട്രീയ വടംവലിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാ. പക്ഷേ ഇപ്പോൾ അതല്ലാതെ കൃത്യമായിട്ട് നമ്മളൊരു സാംസ്കാരിക മണ്ഡലത്തിന്റെ ചർച്ചയിലേക്ക് വന്നിട്ടും പിന്നീടും കോൺഗ്രസ് പ്രതിനിധി തപ്പിപ്പിടിച്ചത് ഇടതുപക്ഷത്തെയോ അല്ലെ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയുന്ന രീതിയിലേക്ക് പ്രവണതയിലേക്ക് ചർച്ച കൊണ്ടുവന്ന് വളരെ മോശമാണ് എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഓക്കെ. അല്ല, അത് ഗായത്രി വർഷയുടെ നിഷ്കളങ്കത കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. ശ്രീമാൻ അഭിലാഷ് ഈ ചർച്ച അങ്ങനെ CPM-നെ കുറ്റം പറയുകയോ ഭരണപക്ഷത്തെ കുറ്റം പറയുകയോ ചെയ്യാതെ ഒരു സാംസ്കാരിക മണ്ഡലത്തെ എല്ലാവരും കൂടി ചേർന്ന് പണിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചർച്ചയല്ല ഇത്. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പറയും, ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഞാൻ വഴുതി പോയതല്ല. ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഹിതകരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തു പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം.
പക്ഷേ എന്നെ കൊണ്ട് നിർവാഹമില്ല ശ്രീമതി ഗായത്രി വർഷ. ചർച്ചകൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആരോഗ്യകരമായിട്ട് സംവാദം നടത്തി മുന്നോട്ട് കൊണ്ടുപോകും. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഈ വാദങ്ങളിൽ നിന്നൊക്കെ ഉരുത്തിരിയുന്ന ഒരു പിന്നെ ഇംഗിതം അവരുടെ മനസ്സിൽ രൂപപ്പെടും. അതിനുവേണ്ടിയാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ താങ്കൾക്കാവാം. ഗായത്രി വർഷയെ പോലെ ഒരു കലാകാരിക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരു രാഷ്ട്രീയ നേട്ട മുതലെടുപ്പ് തോന്നലില്ല. ഗായത്രി വർഷയെ പോലെ ഒരു കലാകാരിക്ക്. പക്ഷെ എന്ത് വിഷയം കിട്ടിയാലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് പരിതാപകരമാണെന്ന് മാത്രം ഞാൻ ഞങ്ങൾ സ്ത്രീകൾക്ക് ജോളി ചെറിയത്ത് എത്ര റെലവെന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. സെക്ഷുവാലിറ്റി ക്രൈമാണെന്ന് പറയുന്ന ഒരു സാമൂഹ്യ ചിന്ത, അതും സ്ത്രീയുടെ സെക്ഷുവാലിറ്റി ക്രൈമാണെന്ന് പറയുന്ന ഏറ്റവും പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു ചിന്ത, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കൂ. അല്ലാതെ വീണ്ടും ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഇടത്തേക്ക് കൊണ്ടുപോകരുതെന്ന് ഏറ്റവും വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിച്ചതാണ്. ശരി, ഓക്കെ 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 നമ്മൾ ഇനിയിപ്പോ അതിന്റെ തർക്കത്തിലേക്ക് ഷിബി ഗോപാലകൃഷ്ണൻ സാഹിത്യ സംഘത്തിന്റെ യോഗം കഴിഞ്ഞ് വന്ന ഗായത്രി വർഷ. ശരി, ഓക്കെ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം ഇത്രയധികം അബ്യൂസസ് വെളിപ്പെട്ടിട്ടുണ്ട്, കോഗ്നിസബിൾ ഒഫൻസസ് വെളിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമിതി അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന സമിതി ഈ പരാതികൾ അല്ലെങ്കിൽ ഈ മൊഴികൾ പരിശോധിച്ച് ഏതൊക്കെയാണ് കേസെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് പരാതിയുള്ളത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകട്ടെ. കാരണം നീതി നടപ്പാവണം, നിയമം നടപ്പാവണം. അതാണ് ഏത് പൗരനും ആവശ്യപ്പെടാനും ആഗ്രഹിക്കാനും കഴിയുക. അതിനപ്പുറത്ത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സിനിമാക്കാരുടെ യോഗങ്ങൾ വിളിച്ച് അവരുടെ സംഘടനകളെ വിളിച്ച് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും സ്വാഭാവികമായും സർക്കാർ തേടുന്നുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ വായനകൾക്ക് പ്രസക്തി ഉണ്ടോ? ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് 2-3 ചോദ്യങ്ങൾ ഈ ഗായത്രി വർഷയോട് ചോദിക്കാനുണ്ട്. കാരണം അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അവർ പറഞ്ഞു ഇത് സാംസ്കാരിക മണ്ഡലത്തിൽ നിൽക്കേണ്ടതാണ്, രാഷ്ട്രീയ മേഖലയിൽ നിൽക്കേണ്ടതല്ല. ഞാൻ അതിനോട് പകുതി വിയോജിപ്പാണ്. കാരണം സമൂഹത്തിൽ നടക്കുന്ന ഏത് വിഷയത്തിലും അത് സാംസ്കാരിക മേഖലയായാലും സാമ്പത്തിക മേഖലയായാലും സാമൂഹ്യ മേഖലയായാലും ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിൽ ഇടപെടാനും അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അത് പരസ്പരം ചെളി വാരിയെറിയാനുള്ളതല്ല. പക്ഷേ ഗായത്രി വർഷ ഇന്നോ ഇന്നലെയോ ഞാൻ വീഡിയോ കണ്ടത് ഇതാണ്. അവർ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റ് നോക്കുകുത്തിയാണ്. അപ്പോൾ ആ ഇന്ത്യൻ പ്രസിഡന്റ്, നോക്കുകുത്തിയായ ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെ ഒരാളെ അല്ല നമുക്ക് വേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു. അതെന്ത് രാഷ്ട്രീയമാണ്? അതൊരു മര്യാദഘട്ട രാഷ്ട്രീയമല്ലേ? ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചപ്പോൾ അവിടെ രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല, നമുക്ക് സാംസ്കാരിക മണ്ഡലത്തിൽ നിൽക്കാമെന്ന് പറയുക. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇത് ഒരു ബന്ധവുമില്ലാത്ത വിഷയം വരുമ്പോൾ ഇവരൊക്കെ വാചാലമാകുന്നു. ഇനി എനിക്ക് രണ്ടാമതൊരു ചോദ്യം അവരോട് ചോദിക്കാനുള്ളത്, അവരിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അവർ വരുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഒരു ചെറിയ സംശയമാണ്, ഞാൻ അറിയാത്തത് കൊണ്ടാണ്. അത് ശരിയല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം. ഈ പുരോഗമന കലാസാഹിത്യ സംഘം പുരോഗമനപരമാകണമെങ്കിൽ അതിന് പുരോഗമനപരമായി ചിന്തയുണ്ടാവണം. ഗായത്രി വർഷ അതിൽ പങ്കെടുത്തതാണ്. ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷ സഹയാത്രികൻ മിസ്റ്റർ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ അവിടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഒരു പ്രമേയം, അദ്ദേഹം പറഞ്ഞ അതേ ഭാഷയിൽ അവിടെ ഒരു പ്രമേയം, മുകേഷിനെ സംരക്ഷിക്കരുത്, അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കണം, അല്ലെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു പ്രമേയം ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ ഉണ്ടായോ ഇല്ലയോ എന്നെനിക്കറിയാത്തത് കൊണ്ട് എൻ്റെ സംശയം നിങ്ങളോട് പറയുകയാണ്. ഉണ്ടായില്ലെങ്കിൽ ഈ ഗായത്രി വർഷ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിനെ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഗായത്രി വർഷ അടക്കമുള്ള ആളുകൾ ഈ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം നിങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലെ പ്രസിഡന്റിനെ എതിർക്കുന്നു. ഇവിടെ വരുമ്പോൾ നൗഷദ് അലിയോട് പറയുന്നു രാഷ്ട്രീയം പറയരുതെന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നു. ആ ചോദ്യം വളരെ കൃത്യമാണ്. സമൂഹത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പരസ്പരം ചെളിവാരി അറിയേണ്ട ആവശ്യമില്ല, പരസ്പരം ആശ്രമവുമില്ല. ഒരു മിനിറ്റ്, അത് നിങ്ങൾക്ക് തരാം. അത് പരസ്പരം ചെളിവാരി അറിയാനോ പരസ്പരം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനോ ശ്രമിക്കേണ്ടതില്ല.
അതുകൊണ്ട് തന്നെയാണല്ലോ സുരേഷ് ഗോപിയുടെ വിഷയം വന്നപ്പോൾ ഞാൻ വളരെ കൃത്യമായ സ്റ്റാൻഡ് പറഞ്ഞത്, ബി ജെ പിയുടെ സ്റ്റാൻഡ് പറഞ്ഞത്, ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുകേഷിനെ സംരക്ഷിക്കുന്നത്. ശരി, ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ ആ അഭിപ്രായം തന്നെയാണ് എനിക്ക്. അതിലൊരു വിയോജിപ്പ് മാത്രമേ എനിക്ക് പ്രേംകുമാറിനോടുള്ളൂ. അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ പീഡനം അളക്കാൻ യന്ത്രം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ആ നിലപാട് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ നമ്മൾ അംഗീകരിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അംഗീകരിക്കും. അപ്പോൾ ഇവിടെ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. സമൂഹത്തിൽ നടക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടും. അത് ഇടതുപക്ഷത്തിന് വിരുദ്ധമാവുന്നത് കൊണ്ട് നേരത്തെ വ്യക്തമാണ്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീമതി ഗായത്രി പറഞ്ഞോളൂ. ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, ഉയർന്ന വിഷയങ്ങൾക്കുള്ള മറുപടി. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ പ്രസിഡന്റിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഞാനതൊരു സ്റ്റാമ്പ്, ഒരു ഐക്കൺ, ഒരു ഫിഗർ, വെറുതെ ആക്ഷൻസിൽ ഇടപെടാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു ഐക്കൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് പറഞ്ഞത്. അതല്ലാതെ അത് നിങ്ങൾ മറ്റെന്തെങ്കിലും അതിന് അർത്ഥമെടുത്തെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. നമ്മളെല്ലാവരും ഇന്ത്യയിൽ ഇരിക്കുന്ന എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രസിഡന്റിനെ അല്ല ഞാൻ പറയട്ടെ എന്റെ മറുപടി ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. എന്റെ മറുപടി പറയട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടത്ത് സ്ത്രീ വന്ന് ഒരു സ്ത്രീയുടെ ഫിഗർ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ഇപ്പോഴും ഞാൻ തർപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു ഫിഗർ, ഒരു സ്ത്രീ ഒരിടത്ത് ഇരുന്നിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ചോദ്യം, പുരോഗമന കലാ സാഹിത്യ സംഘത്തിനകത്ത് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചോ എന്നുള്ളതാണ്. ഞങ്ങളുടെ സംഘടനാ സമ്മേളനത്തിനകത്തുള്ള ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഇതുപോലെ ഒരു പബ്ലിക് ഡൊമൈനിൽ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ വിത്ത് റെസ്പെക്ട് യു ഞാൻ പറയുകയാണ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളിലേക്ക്, നിയമ നടപടികളിലേക്ക് വരുന്ന ഒരു കുറ്റവാളിയും രക്ഷപ്പെടാത്ത രീതിയിലുള്ള കർശനമായ നടപടികൾ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടാവണം എന്ന അന്തസ്സോടെ പ്രമേയം പാസ്സാക്കിയിട്ടുള്ള സംഘടനയാണ് പുരോഗമന കലാസാഹിത്യ സംഘം. അത് അന്നും ഇന്നും എന്നും സ്ത്രീപക്ഷ സംഘടനയാണ്. രണ്ടാമത്തേത് പെട്ടെന്ന് പറയും, സമയമില്ല. പറഞ്ഞോളൂ. പറയുന്നില്ലേ? പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാണ്. പറഞ്ഞോളൂ. എന്നോടാണോ? ചോദിച്ചോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അതായത് തീർച്ചയായിട്ടും എന്റെ സ്പെസിഫിക് ചോദ്യം വളരെ കൃത്യമായിരുന്നു. നിങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം ഈ മുകേഷിനെ, ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ ഭാഷയിൽ മുകേഷിനെ തള്ളിപ്പറയാൻ, മുകേഷ് രാജിവെക്കണമെന്ന് പറയാൻ, മുകേഷിനെതിരായിട്ട് ഗവൺമെൻറ് ശക്തമായി നിലപാടെടുക്കണം എന്ന് പറയാൻ, മുകേഷ് എന്ന പേര് വെച്ചുകൊണ്ട്, കാരണം അദ്ദേഹം MLA ആണ്, അദ്ദേഹം ഈ പുരോഗമന കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് മുകേഷിനെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ കൊണ്ടുവന്നോ ഇല്ലയോ? ചോദ്യം വ്യക്തമാണ്. ഒറ്റ സെന്റൻസിൽ മറുപടി പറയാം. ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതിൽ നിങ്ങൾ സമയം കളയാതെ ഞാൻ പറയാം നിങ്ങൾ സമയം കളയാതെ ഈ ചർച്ചയുടെ ആദ്യം വ്യക്തി എന്ന നിലയിൽ ശ്രീ മുകേഷ് തുടരുന്നത് ശരിയല്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു. ഒന്ന്. രണ്ടാമത്, പുരോഗമന കലാ സാഹിത്യ സംഘം എന്ന് പറയുന്നത് CPM-ന്റെ സ്വഭാവത്തിലല്ല, CPM-നകത്ത് പ്രവർത്തിക്കുന്ന സംഘമല്ല. സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു പുരോഗമന പ്രസ്ഥാനമാണ്. നിങ്ങള് വ്യക്തിപരമായും മനസ്സിലാവുന്നില്ല. അതിലേക്ക് പോയി കൂടുതൽ സമയം കളയാനുള്ള വളരെ നന്ദി. എന്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു അവസരം കൂടി ശ്രീമതി ജോളി ചെറിയത്തിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.